കയറുന്നു. ഈ കൂട്ടുകാരുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടുപിടിക്കണം. അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ചിട്ട് ഞാനതൊരു വർക്കായിട്ട് തരിക. പക്ഷെ ആ കൂട്ടുകാരന്റെ ഓർമ്മ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. ഈ രണ്ട് പേരും. ഈ രണ്ടാമത്തെ കൂട്ടുകാരൻ വീൽ ചെയറിൽ കൊണ്ടുവന്ന് സ്റ്റേജിനെ താഴെ ഇരുത്തി. അപ്പൊ നോക്കുമ്പോൾ സച്ചിൻ നല്ല ഗമയിൽ നടന്നു വരുന്നു. ഈ കൂട്ടുകാരൻ സച്ചിന്റെ കയ്യിൽ മുറുക്കെ പിടിച്ച് എന്നിട്ട് കരയാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് കരയുന്നു, കയ്യിൽ നിന്ന് വിടുന്നില്ല. അപ്പൊ ഈ വീൽ ചെയർ തള്ളിക്കൊണ്ട് വന്നിരിക്കുന്ന ബൈസ്റ്റാൻഡർ ആ കൈ ബലമായി സച്ചിന്റെ കയ്യിൽ നിന്ന് പിടിപ്പിച്ചിട്ട് സച്ചിനോട് പറയുന്നു സ്റ്റേജിലേക്ക് പോയിക്കോളാൻ. അപ്പൊ സച്ചിൻ സ്റ്റേജിൽ പോയി. സച്ചിൻ പോകുന്നത് വരെയും ഈ കൂട്ടുകാരൻ ലോകത്തെ കീഴടക്കേണ്ടിയിരുന്ന ഒരു കളിക്കാരൻ, ക്രിക്കറ്റിന്റെ ഇതിഹാസമാകേണ്ടിയിരുന്ന, ഹിസ്റ്ററി ആകേണ്ടിയിരുന്ന ഇന്ത്യയുടെ ഒരു കളിക്കാരൻ ആ സ്റ്റേജിൽ പോലും കയറാൻ പറ്റാതെ പുറത്തിരുന്ന് സച്ചിൻ പോകുന്നത് വരെ കരയുന്ന ഒരു വീഡിയോ ലോകമെമ്പാടും പ്രചരിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പ്രചരിച്ചിരുന്നു. ഇത് ലഹരി അല്ലെങ്കിൽ ദുശീലം, അഡിക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. മൊബൈൽ അല്ലേ, മൊബൈൽ നമുക്കൊരു അഡിക്ഷനാണ്. മെഷീൻ അഡിക്ഷൻ എന്ന് പറയുന്നതിന് മെഷീൻ അഡിക്ഷൻ, മാൻ അഡിക്ഷൻ, മെറ്റീരിയൽ അഡിക്ഷൻ, അതെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ആയിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഒരു തരം ലഹരിയും ഒരു തരം ദുശീലങ്ങളിലേക്ക് നമ്മൾ എപ്പോൾ പോകുന്നു അപ്പോൾ മുതൽ നമ്മുടെ എന്ത് തകരാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും. എൻ്റെ കഴിവ്, സ്കില്ല്, എൻ്റെ പ്രതിഭ കുറയാൻ തുടങ്ങും. അങ്ങനെ കുറഞ്ഞ് ഞാൻ എന്തായി തീരും? ആർക്കും വേണ്ടാതെ, അവനവന് പോലും വേണ്ടാതെ. അപ്പോഴാണ് ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നത്. എനിക്ക് എന്നെ വേണ്ടാതാകുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ആളുകൾ അല്ലെ ആത്മഹത്യ ചെയ്യുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ ആയി പോകും ഏതെങ്കിലും ദുശീലത്തിലേക്ക് പോയാൽ. ഇനി രണ്ടുപേര് ഞാൻ പറഞ്ഞു, രണ്ടുപേര് നിങ്ങൾ വേണം. മൂന്നാമത്തെ ആള് ലോകത്തെ ഫുട്ബോളിലെ ഏറ്റവും വലിയ ആളായിട്ട്, ഫുട്ബോളിന്റെ ഇതിഹാസം എന്ന് പറയുന്നത്, ഹിസ്റ്ററി ഓഫ് ഫുട്ബോൾ ആരാണ്? ഹിസ്റ്ററി ഓഫ് ഫുട്ബോൾ പെലെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. വെൽ ഗുഡ്, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. നല്ലൊരു കൈയ്യടി കൊടുത്താൽ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ഹിസ്റ്ററി ഓഫ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പെലെയാണ്. അതുപോലെ തന്നെ ഫുട്ബോളിന്റെ ഇതിഹാസം എന്ന് പറയുന്ന ഒരാളുണ്ട്. ആരാണ്? മറഡോണ അല്ലേ. നല്ല കൈയുടെ എല്ലാവർക്കും അറിയാം. നല്ല ഉത്തരവാദിത്തമാണ്. ഫുട്ബോളിന്റെ ഇതിഹാസം മറഡോണയാണ്. മറഡോണ മരിച്ചോ? മറഡോണ ജീവിച്ചിരിപ്പുണ്ടോ? മരിച്ചു അല്ലെ. 5 കൊല്ലം മുമ്പ് മരിച്ചു. എത്ര വയസ്സിലാണ് മറഡോണ മരിക്കുന്നത്? നല്ല ഓർമ്മ വേണം. ഇത് ജീവിതകാലം മുഴുക്കെ ഓർത്തു വയ്ക്കണം. പ്രത്യേകിച്ച് ഒരു സ്പോർട്സ് സ്പിരിറ്റും കൂടെ ഉള്ള കുട്ടികൾ എന്ന നിലക്ക് ഉറപ്പായും ഓർത്തു വയ്ക്കും. മറഡോണ മരിക്കുന്നത് 62 വയസ്സിൽ. നീണ്ട 14 വർഷത്തോളം മാനസിക നില തെറ്റി, വേദന കൊണ്ട് പൊളഞ്ഞ്, ഒരുപാട് പ്രയാസം അനുഭവിച്ച്, തന്റെ പ്രതിഭ പോയി, തന്റെ സന്തോഷം പോയി, തന്റെ സമാധാനം പോയി, തന്റെ എല്ലാ സുഖവും നഷ്ടപ്പെട്ട് ഡീഅഡിക്ഷൻ സെന്ററിൽ കിടന്നു. അവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, മറഡോണയുടെ ഡോക്ടർ മരണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടും ഒരു കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ കാലത്ത്. കാരണം നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ ഒരുപക്ഷെ നിങ്ങളെ ചതിച്ചേക്കാം. നിങ്ങളെ ബെസ്റ്റി ആയിട്ടും ഫ്രണ്ടായിട്ടും ചങ്കായിട്ടും റോ ആയിട്ടും ഒക്കെ 8, 9, 10, 11 പഠിക്കുമ്പോൾ വന്ന നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകും. മറഡോണയുടെ ഡോക്ടർ നടത്തുന്ന കേസ് മറഡോണ ലഹരി ഉപയോഗിച്ചത് അറിഞ്ഞല്ല, ഏതോ കൂട്ടുകാരൻ പറ്റിച്ചതാണ് അറിയാതെ. അപ്പൊ അതുകൊണ്ട് പരിചയമില്ലാത്ത ഒരു മിഠായി പോലും മേടിച്ച് കഴിക്കരുത്. നല്ല പരിചയമുള്ള ഉറപ്പുണ്ട്. ഒരു മിഠായി കഴിച്ചില്ലാത്തതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ? പറ്റില്ല. പക്ഷെ ഒരു മിഠായി കഴിച്ചതിന്റെ പേരിൽ ആശുപത്രിയിലാക്കിയിരിക്കുന്ന കുറെ കുട്ടികളുണ്ട്. എനിക്ക് അവിടെ കൗൺസിലിംഗ് സെന്ററിൽ കൊണ്ടുവന്നു. ഒരു മിഠായി അവർ കഴിച്ചോളൂ, ഒരു ജ്യൂസാണ്, ഒരു ഐസ്ക്രീം അവർ കഴിച്ചോളൂ, പരിചയമില്ലാത്ത. പക്ഷെ എന്നിട്ട് അസുഖം വന്ന് അല്ലെങ്കിൽ ഇനി നന്നാക്കാൻ പറ്റാതെ ബ്രെയിനിന് തകരാറ് വന്ന കുട്ടികൾ എൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പരിചയമില്ലാത്ത ഒരു മിഠായി പോലും കഴിക്കരുത്. അങ്ങനെ മറഡോണ നീണ്ട 14 വർഷം, ഏകദേശം 48 വയസ്സിൽ മറഡോണയുടെ ജീവിതം അവസാനിച്ചു എന്ന് പറയേണ്ടി വരും. അത്ര വലിയ പ്രതിഭ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണെങ്കിലും, ഏത് സന്ദർഭത്തിൽ എന്ത് ലാഭം കിട്ടും, എന്ത് സുഖം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ബ്ലോഗർ വരും, യൂട്യൂബർ വരും, സിനിമാ നടി വരും, നടൻ വരും, നല്ല പാട്ട് വരും, ഒക്കെ ആയിട്ട് ഇവർ വരും. അല്ലാതെ ഇവർ നേരിട്ട് വന്നല്ല നമ്മുടെ അടുത്ത് ലഹരി തരിക. അവിടെ ബോർഡ് വെച്ചല്ല വിൽക്കുക. തങ്ങളത് കവലയിൽ ഒരു ലഹരി വിൽപ്പനശാല എന്ന് ബോർഡ് വെച്ചിട്ടുണ്ടാവില്ല. അവർ പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടും. നല്ല രസമുള്ള മെസ്സേജ്, നല്ല സുഖമുള്ള മെസ്സേജ്, കാണാൻ നല്ല ചേലായിരിക്കും, നല്ല മിടുക്കനായിരിക്കും, നല്ല വെള്ള കുപ്പായമൊക്കെ ഇട്ടിട്ടുണ്ടാകും.
അല്ലെ? നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാൻ ചേരും അല്ലെ? നിങ്ങൾ ഡിഗ്രി ഒക്കെ പഠിക്കാൻ ചേരുമ്പോൾ അവിടെ പഠിക്കാൻ ചേരും. ഞങ്ങൾ ഇന്നലെ പോലീസ് ബാംഗ്ലൂർ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് ബാംഗ്ലൂർ ഗവൺമെന്റ് കോളേജിലെ BCA പഠിക്കുന്ന താൻസാനിയക്കാരനെയാണ്. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ലഹരി കടത്തുന്ന ആളാണ്. പക്ഷെ അയാൾ എന്ത് ചെയ്യുകയാണ്? ഈ ലഹരി കടത്താൻ വേണ്ടി ഇന്ത്യയിലെ കർണാടകയിലെ ഒരു ഗവൺമെന്റ് കോളേജിൽ BCAക്ക് അഡ്മിഷൻ എടുത്ത് 2 വർഷം പഠിക്കുന്നു. ഇന്ന് പഞ്ചാബിൽ പോയി കേരള പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു, താൻസാനിയക്കാരെ. പഞ്ചാബിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ് അവര്. അപ്പൊ നിങ്ങൾ ചേരുന്ന കോളേജിൽ, നിങ്ങളുടെ ഹോസ്റ്റലിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ഒക്കെ ആയിട്ട് ഇവര് വരും. നല്ല ബ്രോയായും ചങ്കായും ഒക്കെ നിങ്ങളെ മുതിർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോൾ വിളിക്കും. അപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞതുപോലെ നോ പറയണം. സച്ചിൻ 25 കോടി കൊടുത്തു. ഇപ്പൊ നിങ്ങളിൽ ഒരാൾക്ക് 500 കോടി രൂപ കിട്ടുന്നതിന് തുല്യം. എന്നിട്ട് പറഞ്ഞു 30 സെക്കൻഡ് ലഹരിയുടെ പരസ്യത്തിന് അഭിനയിക്കും. ലോകത്തെ ഏറ്റവും വലിയ ലഹരിയുടെ വ്യാപാരി വിജയ് മല്യ 25 കോടി രൂപയുടെ ചെക്ക് കൊടുത്തു. സച്ചിൻ ചെയ്തത് എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മ വേണം. എവിടെ ഏത് പൊസിഷനിലായാലും ആ ചെക്ക്, ആ പണം അടക്കി കൊടുത്തിട്ട് സച്ചിൻ പറഞ്ഞത് എക്സൈസ് വകുപ്പിന്റെ വിമുക്തി ലഹരി വർജന മിഷന്റെ ബ്രാൻഡ് അംബാസഡർ സച്ചിൻ ടെണ്ടുൽക്കർ. കേരള ഗവൺമെന്റിന്റെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലെ പോരാളിയാണ്, യോദ്ധാവാണ് സച്ചിൻ. ആ പണം അടക്കി കൊടുത്ത് സച്ചിൻ പറഞ്ഞത് ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുകയോ അത് പ്രചരിപ്പിക്കുകയോ ഞാൻ ചെയ്യില്ല എന്നാണ്. അത്ര വലിയ പണം കിട്ടിയിട്ടു. അതേ കൂട്ടുകാരൻ, സച്ചിന്റെ കൂട്ടുകാരൻ, ഈ ചങ്കും ബ്രോയും ഈ സെലിബ്രിറ്റിയും ഈ സിനിമാക്കാരനും വിളിച്ചപ്പോൾ ആ ലഹരിയോട് എസ് പറഞ്ഞ് അതിലേക്ക് പോയി. ടീമിൽ നിന്ന് പുറത്താക്കിയത് മാത്രമല്ല, ഇന്ന് മാനസിക നില തെറ്റി അല്ലെങ്കിൽ വേദന കൊണ്ട് പൊളഞ്ഞ് ബോംബെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ്. എല്ലാം നഷ്ടപ്പെട്ടു. എത്ര പ്രകോപനം ഉണ്ടായി.